രജനി സുണ്ണിത്താൻ, ഈ സാഹചര്യങ്ങൾ, വ്യക്തമാകുന്ന സാഹചര്യങ്ങൾ, അവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഉയരുന്നത്. നമുക്ക് ഇനി സ്പെസിഫൈ ചെയ്യാം, അധികം സമയമില്ല, ഓരോ മിനിറ്റ്. അതായത് 5.3 ക്ലോസ് 25% ഓഹരികൾ വിൽപ്പന നടത്തിയാൽ കരാർ റദ്ദാകും. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ബോള് സർക്കാരിൻ്റെ കോർട്ടിലാണ്. അതൃപ്തി മാത്രം അറിയിച്ച് മുന്നോട്ട് പോകാനാകില്ല. കൃത്യമായി ഇടപെട്ടാൽ അത് പൊതു താല്പര്യത്തിന് ഗുണകരമാകും. അങ്ങനെ ചെയ്യുമോ? ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിന് ഷാർപ്പായി താങ്കൾക്ക് ഉത്തരം പറയാം. ഉറപ്പായിട്ട് അജിംഷാദെ, അതുമായി ബന്ധപ്പെട്ട് എംപയർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വിഴിഞ്ഞം എന്താണോ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, കേരളത്തിൻ്റെ വികസനത്തിന് എന്താണോ വേണ്ടുന്നത്, ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ പോകത്തുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ നിങ്ങൾ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അനിൽകുമാർ അത് സമ്മതിച്ചു തന്നത് വളരെ ഉപകാരം. കരാർ പുതുക്കി എഴുതിയതിനെ പറ്റി 40 എന്നുള്ളത് 45 വർഷമാക്കി കൊടുത്തതും ഈ പറയുന്ന 980 കോടി രൂപ കിട്ടേണ്ടത് എഴുതി തള്ളുവാൻ തീരുമാനിച്ചതുമൊക്കെ, അല്ലെ അത് വേണ്ട എന്ന് വെച്ചതുമൊക്കെ അദാനിയെ പോലെയുള്ള കമ്പനികളെ സൂചിപ്പിച്ച് അല്ലെ ചേർത്ത് നിർത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്നും രണ്ടും ഘട്ടങ്ങൾ പൂർത്തിയാക്കാനായത് LDF സർക്കാരിന്റെ ആ ചടുലമായ ഇടപെടൽ കൊണ്ടാണ് എന്നാണ് ശ്രീ കെ അനിൽകുമാർ പറഞ്ഞത്. താങ്കൾ വളച്ചൊടിക്കരുത്. അല്ലല്ല, ഞാൻ വളച്ചൊടിച്ചല്ല, കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇത് യഥാർത്ഥ കാര്യമാണ് അജിംഷാദെ. നിങ്ങൾ ആരെയാണ് വെള്ളപൂജ ശ്രമിക്കുന്നത്? ഇത് സത്യസന്ധമായ കാര്യമാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഓഫീസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് CPM-ന്റെ ഓഫീസാണ്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ മറ്റു വിവാദങ്ങളിലേക്കൊക്കെ കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിട്ടൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ എന്താ മറുപടി പറയാത്തത്? ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങില്ല എന്ന് പറഞ്ഞ ഏക പാർട്ടി ഇന്ത്യയിൽ CPI-മാണ്. സംഭാവന നൽകിയത് നിങ്ങളുടെ തലമുതിർന്ന നേതാവിന്റെ ഭർത്താവ് അടങ്ങുന്ന കമ്പനിയാണ്. അതെല്ലാം ഞങ്ങൾ അറിയുന്നില്ല എന്ന് പാർട്ടിയുടെ സെക്രട്ടറി തന്നെ വന്ന് പറയുകയാണ്. ദേശാഭിമാനി പത്രത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ശ്രീ ചക്രവാണി. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളൂ. അതിപ്പോൾ നമ്മളിവിടെ പറയാതിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒക്കെ മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താതെ വയ്യ. അത് കേരളത്തിന്റെ ബാൽ താക്കറെയാകാൻ കൂടി നിയമസഭയിൽ വെച്ച് VD സതീശൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മറന്നുപോകരുത്. കാരണം അതിൽ അദ്ദേഹം പറഞ്ഞത് ബാൽ താക്കറെയൊക്കെ പണ്ട് ഉയർത്തിയതുപോലെ മണ്ണിന്റെ മക്കൾ വാദം പോലെ ഇവിടേക്ക് വരുന്ന ഈ പറയുന്ന പോലെ റെമിറ്റൻസ് ഇക്കോണമിയാണ്, നമ്മൾ മണി ഓർഡർ ഇക്കോണമിയാണെന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. അതുപോലെ റെമിറ്റൻസ് ഇക്കോണമിയാണ്. ആ ഇക്കോണമിയിൽ നിന്ന് ഇവിടുന്ന് ആളുകൾ, അതായത് മറ്റ് സംസ്ഥാന അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ആളുകൾ അവരിവിടെ പണമൊന്നും ചെലവാക്കാതെ ഇവിടെ നിന്ന് പണമെടുത്ത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യാതൊരുവിധ അടിസ്ഥാനപരമായ പഠനവും നടത്താതെ, കാരണം അങ്ങനെ പോകുന്ന പണത്തെക്കുറിച്ച് ഇവിടെ പഠനം നടത്തിയിട്ടുണ്ട്. മാക്സിമം വന്നാൽ അത് 20,000-30,000 കോടി രൂപയാണ് ഒരു കൊല്ലം അങ്ങനെ പോകുന്നത്. അതേസമയം കേരളത്തിന്റെ റെമിറ്റൻസ് ഇക്കോണമി 2,15,000 കോടിയാണ്. ഇതെല്ലാം അറിയാതെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ധനമന്ത്രി കൂടിയായിട്ടുള്ള VD സതീശൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു പോകരുത്. ഇതേ പ്രസ്താവനകൾ നടത്തുന്ന മറ്റ് മുഖ്യമന്ത്രിമാരെന്ന് പറയുന്നത് ഒന്ന് സുവേന്ദു അധികാരിയാണ്. അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശികളോട് ഇവിടുന്ന് ഓടിക്കോ അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച് ജയിലിടുമെന്നാണ്. രണ്ടാമത്തേത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. മൂന്നാമത്തേത് യഥാർത്ഥത്തിൽ ബാൽ താക്കറെയും രാജ് താക്കറെയും കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന ഒരു നേതാവായി VD സതീശൻ കൂടി മാറി. ഇതിന് കൂടി അടുത്ത ചർച്ചയിലെങ്കിലും നിലപാട് എന്താണെന്ന് പറയും. ചക്രവാണി, ഞാൻ ഒറ്റ മിനിറ്റ് താഴെ ശ്രീ കെ അനിൽകുമാർ, താങ്കൾ അടക്കമുള്ള CPI-കാരല്ല, ഇടതുപക്ഷ നേതാക്കളല്ല, സാക്ഷാൽ KC വേണുഗോപാലിന് പോലും ഇത് BJP ഭരിക്കുന്നിടത്തത് പോലെ അദാനിയുടെ ഇഷ്ടങ്ങൾ നടക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന സ്ഥലമാണോ എന്ന് അദ്ദേഹത്തിന് പോലും സംശയമുണ്ടാകുന്ന മൂർത്തമായൊരു സാഹചര്യമുണ്ട്. അതിനെ ഒന്നും രജനി സുണ്ണിത്താൻ അടക്കം കോൺഗ്രസ്സുകാർ കാണുന്നില്ല. താങ്കൾക്ക് മറുപടി പറയാം ശ്രീ കെ അനിൽകുമാർ, പെട്ടെന്ന്. ഇതൊരു സതീശൻ സ്കൂളാണ്. സതീശൻ സ്കൂൾ എന്താണ്? നുണ പറയുക, ആധികാരികമായി നുണ പറയുക, എന്നിട്ടോ വിവാദങ്ങൾ കൊണ്ടുപോവുക. ഇപ്പോൾ ദേശാഭിമാനി വാർത്ത എന്താ യഥാർത്ഥ പ്രശ്നം?
അവിടെ നിക്ഷേപത്തിനൊരു സംഗമം നടന്നു, വിഴിഞ്ഞം നിക്ഷേപക സംഗമം. അതിൽ MSC കമ്പനി പങ്കെടുത്തു. വിസിൽ എന്ന് പറയുന്ന സ്ഥാപനം വിഴിഞ്ഞം നിക്ഷേപ സംഗമം നടത്തിയത് അദാനിയുടെ 25% 50% ഷെയർ കച്ചവടം ചെയ്യാനാണോ? ഒരിക്കലുമല്ല. അവിടെ MSC കമ്പനി വന്നു, ചർച്ച നടത്തിയിട്ട് എന്താ പറയുക, കേരളത്തിൽ MSC കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾ നേരിട്ട് ലോജിസ്റ്റിക്കിലും മറ്റു മേഖലയിലും നിക്ഷേപം നടത്തണം. ഞങ്ങളതിന് വിസിൽ നടത്തും, അല്ലെങ്കിൽ വിഴിഞ്ഞം കോൺക്ലേവ് നടന്നത്. അതെ, നിങ്ങൾ ആ സമയത്തെ പത്രം വായിക്കേ. വിഴിഞ്ഞം കോൺക്ലേവിന്റെ പത്രവാർത്ത വാർത്തയല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്, അദാനിയുടെ വിഴിഞ്ഞം പോർട്ടിലെ കരാർ പ്രകാരമുള്ള അവരുടെ റൈറ്റിന്റെ, ഞാൻ പറയട്ടെ ദയവായി കേൾക്കണം. ശ്രീ അൽകുമാർ കംപ്ലീറ്റ് ചെയ്യട്ടെ, സമയം പ്ലീസ്. ഞാൻ പറയട്ടെ, ദയവായി കേൾക്കൂ. ഓക്കെ, റജിൻ ഒന്ന് ശ്രീ അൽകുമാർ പ്ലീസ്. ദയവായി കേൾക്കൂ. അവിടെ വിഴിഞ്ഞം കോൺക്ലേവ് നടത്തിയപ്പോൾ ഒരു നിക്ഷേപ സമ്മേളനം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ദേശാഭിമാനി വാർത്ത വരുമ്പോൾ ഇപ്രകാരം ഒരു നിക്ഷേപം വരുന്നത് ഇതിൻ്റെ ഭാഗമാണെന്നൊരു ധാരണ വരും. ആ ധാരണയുടെ ഭാഗമായൊരു വാർത്ത വന്നു. ഞങ്ങൾ പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു, CPM പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു, LDF പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു, പ്രതിപക്ഷ നേതാവ് പൊളിറ്റിക്കൽ പൊസിഷൻ എടുത്തു. ഇത് ചേഞ്ച് ഓഫ് ഓണർഷിപ്പാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കരാറിൽ നിന്ന് വ്യതിചലിക്കരുത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ. നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ തീരുമാനിക്കുന്ന എംപവർ കമ്മിറ്റിയാണോ, അതോ UDF ആണോ, കോൺഗ്രസ് പാർട്ടിയാണോ? നിങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണെന്നാ ചോദ്യം. അതിന് ഉത്തരമില്ല, നിങ്ങൾ ഉത്തരം പറയില്ല. തീർച്ചയായും ആ പൊളിറ്റിക്കൽ പൊസിഷനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ വിചാരിക്കുന്ന പോലെ ഒരു കൃത്യമായ മറുപടി കിട്ടണമെങ്കിൽ മംഗലാപുരം യാത്രയെക്കുറിച്ച് കൂടി മറുപടി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ സങ്കീർണത. എന്തായാലും ഇരുട്ടുകൊണ്ട് ഒട്ടയടയ്ക്കാൻ തുടക്കത്തിലേ ശ്രമിക്കുന്ന VD സതീശൻ സർക്കാരിനെ പാളുകയാണ്. അത് ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ വെളിവാകുകയാണ്.